ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് താഴ്ത്താനുണ്ട് ചേച്ചി, സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഉണ്ണിക്കൊക്കെ അറിയാം ഈ പടം ഇറങ്ങിയതിന് ശേഷം. അങ്ങനെ താഴ്ത്താനായിട്ട് ശ്രമിക്കാൻ മാത്രം ഞാൻ ആരോടും ഒരു ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ കുടുംബം നോക്കണം, വേറൊരു പരിപാടി വേറെ അല്ലെങ്കിൽ ആരോടും ഒരു വെല്ലുവിളി ചെയ്യാനൊന്നിനും ഞാൻ പോയിട്ടില്ല. പക്ഷേ കോൺസിസ്റ്റൻ്റ് ആയിട്ട് ഒന്ന് ഉപദ്രവിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതുണ്ടാവില്ല, അങ്ങനെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റും. എവിടെയോ ഒരു നോൺ സ്റ്റോപ്പ് ഫയർ ഉണ്ട്. അത് നമ്മളെപ്പോഴും വിജയം കൊണ്ട് നേടുന്നതല്ല, അത് പരാജയങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ കിട്ടണതാണ് ആ ഒരു സ്ട്രെങ്ത്. ഒരു കാര്യവും നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്നിനും ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഡിപ്രഷൻ എന്ന് പറയുന്നതെന്ന് പിന്നീട് മനസ്സിലാക്കി. സൈബർ ബുള്ളിങ് ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഷെയ്ൻ ഒരു ടൈമിൽ. ഒരു പ്രായത്തിൽ എൻ്റെ ആദ്യത്തെ ബാൻ കിട്ടുന്നത് 23-ാമത്തെ വയസ്സാണ്. അപ്പോൾ അന്ന് ഞാൻ അത്രയും നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ കമൻറ്റുകളിൽ ഒന്നിനും എന്നെ പറ്റി ഒരു മോശമോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അന്ന് ഞാനിത് കണ്ടതോടെ എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അതായത് അത്ര അബ്യൂസീവായിട്ടാണ് എഴുതണത്. ഞാൻ ആലോചിക്കേണ്ട ഇവരൊക്കെ എന്തറിഞ്ഞിട്ട് എഴുതണം, ഇതിൻ്റെയൊക്കെ സത്യം അവർക്കൊക്കെ അറിയോ എന്നൊക്കെ ഞാൻ പറയാൻ തിരിച്ച് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ അതിനേലും വേറെ ബാഡ് സിറ്റുവേഷൻ. നമ്മുടെ കൂടെ എൻ്റെ ഫാമിലി കട്ടയ്ക്ക് സപ്പോർട്ടാണ്, എൻ്റെ എല്ലാ സാഹചര്യത്തിലും കൂടെ ഉണ്ടായിരുന്നവരാണ്. പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ആ ഒരു വല്ലാത്തൊരു ബോണ്ടും ആ ഫ്രണ്ട്ഷിപ്പും ഷെയ്നെ കുറേ മാറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ പണ്ട് പേടിയായിരുന്നു, ഭയം ഉണ്ടാവുമല്ലോ. കാര്യം വാപ്പിച്ച് പോയോടെ തന്നെ ഉമ്മച്ചിക്ക് എല്ലാ കാര്യങ്ങളും ഉമ്മച്ചി ഒറ്റയടിക്ക് ഏറ്റെടുക്കുന്നതിൽ ഭയങ്കര ആങ്ഷ്യസ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മച്ചിയും ഭയങ്കര കാമായി. അതൊരു ജേണി. ഞാനും ഉമ്മച്ചി ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ചാണ് മെച്ചോർഡായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല. പലപ്പോഴും ചില ആൾക്കാരെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉമ്മച്ചി ഭയങ്കര ക്ലിയർ ആയിട്ട് പറയും, അയാൾ വേണ്ടാട്ടാന്ന് പറയും. അപ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്യും, ശരിയാണ്. ഇതിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. കണ്ട് എന്നെ പറയാനുള്ളത് പറഞ്ഞ്, അല്ലെങ്കിൽ ചില സമയത്ത് പറയാതെ തന്നെ പലതും പറഞ്ഞ് ഒക്കെ നമ്മളുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ബോണ്ട് അറിയാതെ തന്നെ ഭയങ്കരമായിട്ട് എന്നെ ബാധിക്കുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമാണ്. താങ്കൾക്ക് പ്രണയിക്കുന്ന ആളുകളോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. താങ്കൾ പ്രണയിച്ചിട്ടുണ്ടോ? ഞാൻ പ്രണയിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നി ആ സിനിമ. അതായത് ഒന്ന് സ്വസ്ഥമായിട്ട് പ്രേമിക്കാൻ സമ്മതിച്ചില്ല. ശരി, എന്നെ വന്നപ്പോ തന്നെ പറഞ്ഞത് പ്രേമം എത്ര ഉണ്ടായിരുന്നു. ആ ഇച്ചിരി ഉള്ള സ്പേസിൽ പോലും ആ തിരിഞ്ഞു നോട്ടോ അതെല്ലാം എക്സ്പീരിയൻസ് ആണ്. நீங்கள் வேறு தமிழ் மலையாளம் மிக்ஸ் பண்ண பையனுக்கே என்னை 3 தடவை ஃபுல் படத்தை டப் பண்ணி வச்சார். இதில் நான் ஃபுல் மலையாளம் பேசுகிற பையனை என்னை வந்து ஒரு மாதம் கொச்சின்லேயே கிட்னாப் பண்ணி வச்சுருப்பேன். இதுக்கே நான் இல்லை. அப்போ எல்லாம் முடிஞ்சதுக்கப்புறம் நான் சொன்னேன், ஓகேல பக்கா சாந்தனம் ப்ரோ பக்கா, நீங்கள் இப்போ ஃபுல் மலையாளி மாதிரி பேசிட்டீங்க, ஓகேன்னு சொல்லி சென்னைக்கு போயாச்சு. இப்போ சென்னைக்கு செல்வராகவன் சார், அல்ஃபோன்ஸ் சாரோட டப்பிங் வந்துட்டாங்க. அப்போது உன்னி கால் பண்ணுறாரு, சாந்தனம் சின்ன கரெக்ஷன்ஸ் அப்படின்னு. திருப்பியும் ஃபுல் படத்தை டப் பண்ணேன். என்னென்னா ஃபஸ்ட்டு ஃப்ளோ பிடிக்கணும், செகண்ட் டைமு ஸ்லாங்கை பிடிக்கணும், தேர்ட் டைம் இதெல்லாம் இப்போ ஓகே சப்கான்ஷியஸ் மைண்டில் எல்லா டைலாகும் ஏறிடுச்சு, இப்போ இமோஷன்ஸை கொண்டு வரலாம் அப்படின்னு. ஆமாம், சமையல இவரோட கோடேட்டர் இருக்காரு சபரி வந்து என்ன சொன்னார், நான் வந்து கரெக்ஷன் டைலாக் மட்டும் உங்களுக்கு வாய்ஸ் நோட் அனுப்புறேன்னாரு. பார்த்தா 100+ வாய்ஸ் நோட் சொல்லுது. என்ன ப்ரோ பேசுறது ഫുള്ളാവേ കറക്ഷനാണ്. അൽഫോൻസ് ചേട്ടൻ നടന്നു വന്നാൽ ഇന്ന് സ്ക്രീനിൽ കാണുന്ന സോഡാബോബ് ആക്കിയത് അൽഫോൻസ് ചേട്ടനാണ്. ബിക്കോസ് പുള്ളിക്കാരൻ എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ഒരിക്കലും ഈ മെത്തേഡ് ആക്ടിങ് അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമകൾ ആക്ടിങ് ഒരിക്കലും ഇവിടുന്ന് പഠിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. തമിഴ് വേർഷൻ ഞാൻ ഡബ് ചെയ്യുമ്പോൾ പ്രകാശ് രാജ് സാറാണ് ഡബ് ചെയ്തിരുന്നത്. പ്രകാശ് രാജ് സാർ അപ്പോൾ അത് ഫുള്ള് കണ്ടിട്ട് പറയാണ്, ഇതുപോലെ പുതിയ ഒരു പരിപാടികൾ വരണം, ഡയറക്ടേഴ്സ് ഇങ്ങനെ കടന്നു വരണം, എന്ത് രസമായിട്ടാണ് സ്വാഗായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അത് അൽഫോൻസ് ചേട്ടൻ്റെ പുള്ളിയുടെ കയ്യിലുള്ള സ്വാഗാണ്. ഇനിയും കുറെ പുറത്ത് വരാണെന്ന് എനിക്ക് തോന്നുന്നു. ഷെയ്ൻ്റെ പേര്, സിനിമ എല്ലാം എൻഗ്രേവ് ചെയ്ത ഒരു പെർഫ്യൂമാണ് MOFയുടെ. ബൾട്ടിയുടെ. അപ്പോൾ MOFയുടെ ബൾട്ടി പെർഫ്യൂം. സൈന സൗത്ത് പ്ലസിൽ ഞാൻ രേണു. എനിക്കൊപ്പം ബൾട്ടിയുടെ എല്ലാമായ ആൾക്കാരാണ്. അവസാന നിമിഷം വരെ പിടിതരാത്ത ക്യാരക്ടറായിട്ടുള്ള ശാന്തനും അതിൻ്റെ എല്ലാമായി നിറഞ്ഞു നിന്ന ഉദയൻ, പിന്നെ ഉണ്ണി. സ്വാഗതം. ഞാൻ ഷെയ്നിൽ നിന്ന് തുടങ്ങട്ടെ. ഇപ്പോൾ ഷെയ്ൻ്റെ ഫിലിമോഗ്രഫി എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ സ്കെയിലുള്ളൊരു സിനിമയാണ്. 25 ദിവസത്തെ ഫൈറ്റ് സീൻ, അത് കഴിഞ്ഞിട്ട് കബഡി പ്രാക്ടീസ്, അത് കഴിഞ്ഞ് 92 ദിവസമായപ്പോഴത്തേനും ഒരു പാക്കപ്പ്, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ 25ാമത്തെ
സിനിമയും കൂടിയാണ്. അപ്പോൾ ഷെയ്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നൊരു സിനിമയാണ്. നമ്മൾ ആദ്യത്തെ ഷെയ്നിൻ്റെ കിസ്മത്ത് മുതൽ ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഷെയ്നെ തന്നെ വ്യത്യാസമായിട്ട് അറിയാം. യു ബിക്കം മോർ മെച്യൂർഡ്, ഭയങ്കര സന്തോഷമുള്ള, ഒരുപാട് ചിരിക്കുന്ന, പോസിറ്റീവായിട്ടുള്ള ഒരാൾ, ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇൻ ജനറലും അത് അറിഞ്ഞുകൊണ്ട് വരുത്തിയ ഒരു മാറ്റമാണോ അതോ ഈ ഷെയ്ൻ ആയിരുന്നു ശരിക്കുള്ള ഷെയ്ൻ, അതിപ്പോൾ പുറത്തേക്ക് വന്നു, അങ്ങനെയാണോ? ആ സമയത്ത് ഞാൻ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്, ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണെന്നുള്ളതാണ്. അത് ഒരു എവല്യൂഷൻ്റെ ഭാഗമായി സംഭവിച്ചു വന്ന മാറ്റങ്ങളാണ്. അന്ന് ചെയ്തിരുന്ന സിനിമകളിൽ നമ്മൾക്ക് വന്ന സിനിമകൾ ചെയ്തു, പക്ഷെ അത് നോക്കുമ്പോഴത്തേക്കും കുറേയും കൂടെ ഡാർക്കർ സ്പേസിലുള്ള അല്ലെങ്കിൽ അത്തരം റിയലിസ്റ്റിക് ആയിട്ടുള്ള വേറെ രീതിയിലുള്ള പടങ്ങളായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പടമായി മാറി ലാസ്റ്റ് ബൾട്ടി. അതായത് ഇൻറ്റൻസുമാണ്, റോയുമാണ്, റിയലിസ്റ്റിക്കുമാണ്, എന്നാൽ പക്ക കൊമേഴ്ഷ്യൽ തിയേറ്ററിക്കലുമാണ് എന്നുള്ള രീതിയിലേക്കായി എന്നുള്ളതാണ്. സോ ഷെയ്ൻ്റെ കരിയറിൽ ദർ ആർ ടൈംസ് വെൻ ഭയങ്കര വലിയ വിജയങ്ങൾ വരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ വലിയ പെരുന്നാൾ പോലൊരു സിനിമ വന്ന് അത് അതൊരു പരാജയമായ സമയത്ത് അത് ഷെയ്നെ വല്ലാണ്ട് ഇമോഷണലി അഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഒരു താഴ്ച വരുന്ന സമയത്ത് ഒരു റീസ്റ്റാർട്ട് ഇതൊക്കെ വരിക എന്ന് പറയുന്നത്, ചിലർ പോനാൽ പോകട്ടും പോടയാ, ചിലരെന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഷ്യസ്ലി അവർ എഫേർട്ട് എടുത്ത് വരും. സോ ആ ഒരു കംബാക്ക് എത്രത്തോളം എങ്ങനെയാണ് അത് എടുത്തത്? ഷെയ്ൻ എങ്ങനെയാണ് ചെയ്തത്? അത് എങ്ങനെ ചെയ്യാൻ എങ്ങനെയായിരുന്നു? അത് എവിടെയോ ഒരു നോൺ സ്റ്റോപ്പ് ഫയർ ഉണ്ട്. അത് എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് താഴ്ത്താനുണ്ട് ചേച്ചി, സത്യം പറഞ്ഞാൽ. അത് ഇപ്പോൾ ഉണ്ണിക്കൊക്കെ അറിയാം ഇപ്പോൾ ഈ പടം ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ അങ്ങനെ താഴ്ത്താനായിട്ട് ശ്രമിക്കാൻ മാത്രം ഞാൻ ആരോടും ഒരു ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ കുടുംബം നോക്കണം, വേറൊരു പരിപാടിയും വേറെ അല്ലെങ്കിൽ ആരോടും ഒരു വെല്ലുവിളി ചെയ്യാനൊന്നിനും ഞാൻ പോയിട്ടില്ല. പക്ഷേ കോൺസിസ്റ്റൻ്റ് ആയിട്ടൊന്ന് ഉപദ്രവിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതുണ്ടാവില്ല. അങ്ങനെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുമോ? എൻ്റെ അത് ശരിയല്ലേ, പിന്നെ ഞാൻ എന്തിനാ ആരെ പേടിക്കണേ? അപ്പോൾ ഞാൻ ആദ്യം ആ സ്പിരിറ്റിൽ തന്നെ എന്നെ അടുത്ത പടവും ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ അത്ര വിഷമമൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ ചെറുപ്രായത്തിൽ തന്നെ സൈബർ ബുള്ളിങ് കിട്ടിയപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയെ നമുക്ക് വിഷയമല്ലാണ്ടായി. അപ്പോൾ അതാണ് ഒന്നും നമ്മളെ ബാധിക്കാണ്ടാവുന്നു എന്ന് പറഞ്ഞൊരു സാഹചര്യം. അത് നമുക്ക് ഒരുപാട് സ്ട്രെങ്ത്താണ് തരുന്നത്. അത് നമ്മൾ എപ്പോഴും വിജയം കൊണ്ട് നേടുന്നതല്ല, അത് പരാജയങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ കിട്ടണതാണ് ആ ഒരു സ്ട്രെങ്ത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യു ഹാഡ് ദ ഫെയിം, ദ നെയിം, ഇതെല്ലാം ഒരു ആദ്യത്തെ സിനിമകളിൽ നിന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതിനുശേഷം ഒരുപാട് സ്നേഹവും ആ കൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഫെയിമും എല്ലാം നമുക്ക് അത്രയും ചെറിയൊരു പ്രായത്തിലേക്ക് വരുമ്പോൾ അത് കൺഫ്യൂഷനിലേക്ക് പലരെയും നയിക്കാറുണ്ട്. സോ ഷെയ്ൻ, ഐ ഓൾവേസ് സീൻ യു ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പേടിച്ച് മാറി നിൽക്കുന്ന പോലത്തെ വല്ലാത്തൊരു ഇത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഷെയ്ൻ എന്തെങ്കിലും നിന്നിട്ടുണ്ടോ? ലൈക്ക് ഇനി എന്ത്, എങ്ങനെ, അല്ലെങ്കിൽ ഇതിലേതാ ശരി തെറ്റ്? കൺഫ്യൂസ്ഡ് സ്റ്റേജ് ഉണ്ടായിരുന്നു? കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട്. അതായത് നമുക്ക് ഒരു കാര്യവും നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്നിനും ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഡിപ്രഷൻ എന്ന് പറയുന്നതെന്ന് പിന്നീട് മനസ്സിലാക്കി. ഇതെല്ലാം ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ. പക്ഷെ അതെല്ലാം അതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ എൻ്റെ ഫാമിലി കട്ടയ്ക്ക് സപ്പോർട്ടാണ്. എൻ്റെ എല്ലാ സാഹചര്യത്തിലും കൂടെ ഉണ്ടായിരുന്നവരാണ്. ഇതിനോടൊപ്പം തന്നെ സ്വയം തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി ഉള്ളിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾക്ക് വരുത്തി സ്വയം പഠിപ്പിച്ച് ഒരു ഇപ്പം ഒരു എന്താ പറയുക, ആ ഒരു പീസ്ഫുൾ സിറ്റുവേഷനിലേക്ക് സ്വയം എത്തിക്കുക എന്ന് പറയില്ലേ, അതായത് സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിക്കുക. അത് സ്വന്തത്തെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ സ്വയം എന്താണ്, എന്തിലൂടെയാണ് നീ പോകുന്നത് എന്നുള്ള സ്വയം തിരിച്ചറിവുകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളിൽ ശരിക്കും എനിക്ക് ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പോൾ നമുക്കൊരു സ്വയം സെൽഫ് മോട്ടിവേഷൻ കിട്ടി എന്നുള്ളതാണ്. സൈബർ ബുള്ളിങ് ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഷെയ്ൻ ഒരു ടൈമിൽ? ഒരു പ്രായത്തിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ബാൻ കിട്ടുന്നത് 23-ാമത്തെ വയസ്സിലാണ് ഈ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൻ്റെ ബാൻ കിട്ടുന്നത്. അപ്പോൾ അന്ന് ഞാൻ അത്രയും നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ കമൻറ്റുകളിൽ ഒന്നിനും എന്നെ പറ്റി ഒരു മോശമോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അന്ന് ഞാനിത് കണ്ടതോടെ എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അതായത് അത്ര അബ്യൂസീവായിട്ടാണ് എഴുതണത്. അപ്പോൾ ഞാൻ ആലോചിക്കേണ്ട ഇവരൊക്കെ എന്തറിഞ്ഞിട്ട് എഴുതണം, ഇതിൻ്റെയൊക്കെ സത്യം അവർക്കൊക്കെ അറിയോ എന്നൊക്കെ ഞാൻ പറയാൻ തിരിച്ച് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ അതിനേലും വേറെ ബാഡ് സിറ്റുവേഷൻ. അപ്പം എനിക്ക് മനസ്സിലായി ഇത്
ഇതൊരു സമയമാണ്, ഒരു ടൈമാണ്. ഇതിപ്പോൾ ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നിന്റെ സിനിമ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അപ്പം എൻ്റെ സിനിമയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അഫക്ട് ചെയ്യോ? അതാണ് എന്റെ ചോദ്യം. ഹാവ് യു ഇത് കഴിഞ്ഞു? ഇപ്പൊ അത് തോന്നാണ്ടായി, ഒന്നും തോന്നാണ്ടായത്. വായിക്കാറുണ്ടോ? ഇടയ്ക്ക് വല്ലതും വായിച്ച അത്, പക്ഷെ അങ്ങനെ കാണേണ്ട സിറ്റുവേഷൻ വന്നാലേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ നോക്കാറില്ല പഴയ പോലെ. പക്ഷെ യു ആർ ഓവർ ഇറ്റ് അല്ലേ? ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. അതാണ് ആ ഒരു എഫക്ട് ചെയ്യണില്ല. മുഖത്ത് ആ സന്തോഷം തിരിച്ചു വന്നതും ആ ചിരി വന്നതൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ചിരി ഇപ്പോഴാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഷെയ്ൻ്റെ മുഖത്തേക്ക് വന്നത്. അമ്മയോടുള്ള ഫീലിങ്സ് ഇതിലൊരു വലിയ ഭാഗമാണ്. അവിടെയാണ് എനിക്ക് ബാഹുബലി ആയിട്ടുള്ള എൻ്റെ നിങ്ങളുടെ ആ റെഫറൻസ്, ലൈക്ക് എനിക്കത് തോന്നി. ഡയലോഗ് പറഞ്ഞാൽ പോവും, കാരണം ഡയലോഗിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പം അതൊരു പ്രത്യേക ഫീലാണ്. സോ ഐം ആസ്കിങ് എ പേഴ്സണൽ ക്വസ്റ്റ്യൻ. സോ ഷെയ്ൻ യു വെരി ക്ലോസ് ടു, ഷെയ്ൻ്റെ അമ്മയായിട്ട് ഭയങ്കര അടുപ്പമുള്ള ഒരാളാണ് ഷെയ്ൻ. എല്ലാവർക്കും ഉണ്ട് അമ്മ മരിച്ചു. ആദ്യം ഷെയ്ൻ എന്ന് മറ്റേ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഷെയ്ൻ ഭയങ്കര ക്ലോസ് ആണ്, പെങ്ങന്മാരും ഉണ്ട്. അപ്പം അമ്മയായിട്ടുള്ള ഷെയ്ൻ്റെ ബോണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നതാണ്, കാണുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ വർഷങ്ങളിലോടുള്ള യാത്ര ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഷെയ്നിന് ഒരുപാട് ചേഞ്ച് ഈ ഇൻ്റർവ്യൂസിലെല്ലാം ഞാൻ കണ്ടതുകൊണ്ടാണ് ചോദിക്കണേ. പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ആ ഒരു വല്ലാത്തൊരു ബോണ്ടും ആ ഫ്രണ്ട്ഷിപ്പും ഷെയ്നെ കുറേ മാറ്റിയിട്ടുണ്ടോ ഇപ്പോൾ? അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ എല്ലാ ദിവസവും ഉള്ളതാണല്ലോ, അവിടെയാണ് ഇതിൻ്റെ ഒരു വിഷയം. എല്ലാ ഫേസിലും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ്, അതായത് ഞാൻ എന്താ പറയുക, മമ്മാസ് ബോയായി ജീവിച്ചിരുന്ന സമയം, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എന്താ പറയുക, ഞാൻ കണ്ടൊരു അണ്ടർവേൾഡ് ലോകം എന്ന് പറയുന്നത്, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു 144p വേർഷനിലുള്ള അങ്ങനെയുള്ളൊരു വേൾഡ്, അല്ലെങ്കിൽ അത്തരം ആൾക്കാർ, അവിടെ നിന്നുള്ള എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ, അത് കഴിഞ്ഞിട്ട് പിന്നെയും എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഫേസുകൾ, അല്ലെങ്കിൽ പ്രൊഫഷണലി ഉള്ള റൈവൽറി പ്രശ്നങ്ങൾ, അവിടെയുള്ള ക്ലാഷുകൾ, ഇതെല്ലാ സ്പേസിലും ഉണ്ടല്ലോ, എല്ലാ സ്പേസിലും ഉമ്മച്ചിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എല്ലാ ദിവസവും കണ്ട് എന്നെ പറയാനുള്ളത് പറഞ്ഞ്, അല്ലെങ്കിൽ ചില സമയത്ത് പറയാതെ തന്നെ പലതും പറഞ്ഞ് ഒക്കെ നമ്മളുടെ കൂടെ ഇങ്ങനെ നിന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ ബോണ്ട് അറിയാതെ തന്നെ ഭയങ്കരമായിട്ട് എന്നെ ബാധിക്കുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമാണ്. ഇന്നിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ സ്പേസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പണ്ട് പേടിയായിരുന്നു, ഭയം ഉണ്ടാവുമല്ലോ. കാര്യം വാപ്പിച്ച് പോയോടെ തന്നെ ഉമ്മച്ചിക്ക് എല്ലാ കാര്യങ്ങളും ഉമ്മച്ചി ഒറ്റയടിക്ക് ഏറ്റെടുക്കുന്നതിൽ ഭയങ്കര ആങ്ഷ്യസ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മച്ചിയും ഭയങ്കര കാമായി. അതൊരു ജേണി. ഞാനും ഉമ്മച്ചി ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ചാണ് മെച്ചോർഡായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല. കാര്യം ഏകദേശം അങ്ങനെയായിരുന്നു എന്ന് പറയാം. കാര്യം ഉമ്മച്ചിയുടെ 21ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കണത്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം വേൾഡ് വ്യൂ എല്ലാം ഉമ്മച്ചിക്ക് എന്നിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയെന്നുള്ളത് എന്ന് പറഞ്ഞാലും തെറ്റല്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവോൾവ് ആയി വന്നത്. അപ്പോൾ ഇപ്പോഴും പലപ്പോഴും ചില ആൾക്കാരെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടിനെ വെച്ച് ഭയങ്കര ക്ലിയർ ആയിട്ട് പറയും, അയാൾ വേണ്ടാട്ടാന്ന് പറയും. അപ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്യും, ശരിയാണ്. ഇതിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങൾക്കൊരു ഈ കോളേജ് വിസിറ്റിനൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ അമ്മേനെ വിളിച്ചിട്ട കാര്യങ്ങൾ വിശേഷങ്ങളെല്ലാം പുള്ളിക്കാരന് അല്ലേ. நானும் ரொம்ப க்ளோஸ் அம்மாவுக்கு. அம்மா இஸ் மோர் ஆஃப் அ பெஸ்ட் ஃப்ரெண்ட் டு மீ. நான் வந்து கிளாஸில் ஃபெயில் ஆனால் ஃபஸ்ட்டு அம்மா கிட்ட தான் சொல்லுவேன். லவ் பண்ணால் ஃபஸ்ட்டு அம்மா கிட்ட தான் சொன்னேன் என் கேர்ள் ஃப்ரெண்டை பற்றி. என் ஒய்ஃப் நான் ஃபஸ்ட்டு கல்யாணம் பண்ணணும்னு நான் வந்து டிசைட் பண்ணப்போ எங்கள் அம்மா கிட்ட தான் போய் சொன்னேன். ஏன்னா அப்பா இருக்காரா சொல்கிறேன், நீங்கள் சொல்லிக்கோங்க, நான் சொல்ல மாட்டேன் அப்படின்னு சொல்லுவேன் நான். ஸோ அம்மா இஸ் ஆல்வேஸ் அ பெஸ்ட் ஃப்ரெண்ட் ஃபார் மீ. ஐ திங்க் மோஸ்ட் ஆஃப் த ஃபேமிலிஸ் வேர் ஒரு சன் அண்ட் டாட்டர் இருக்கும்போது mothers are always closer to the sons and the fathers are always closer to the daughters. I'm very happy to hear that. Like that sons are closer ശരിക്കും to that is true. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും പറഞ്ഞ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഭയങ്കര പ്രഷർ വരും. ടെക്നിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇതൊന്നും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. ഇത് ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ അറിയുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞ് അഡ്വൈസ് മേടിക്കാം. പക്ഷെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ ചിലപ്പോൾ ഒന്നും അറിയാതെ ചുമ്മാ 2-3 സമാനപ്പെടുത്താൻ പറയുന്ന വാക്കുകളുടെ അത്രയും വലുത് വേറെ ആര് പറഞ്ഞാലും തരില്ല. അവിടെ ഈ പറയുന്ന ടെക്നിക്കലോ ഈ പറയുന്ന അതെ ഈ പറയുന്ന ലോക വിവരമോ ഈ പറയുന്ന ഇതൊന്നല്ല, ഈ പറയുന്ന ബ്ലഡ്, അത്രേ ഉള്ളൂ. പൊതുവേ ഒരു സംസാരം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു സിനിമ കാണുന്ന ആളെ പിന്നത്തെ സിനിമ ആകുമ്പോഴത്തേന് കാണാനില്ല. അപ്പോൾ മെയിൻ താരങ്ങളുണ്ട്, അപ്പോൾ ഷെയ്ൻ തന്നെ ചെയ്യുന്നു. പക്ഷെ അല്ലാത്ത ആളുകൾ വരുന്ന സമയത്ത് പലപ്പോഴും പുതിയ 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 മുഖങ്ങളാണ്. ഇപ്പോൾ പല നടിമാരുടെ എല്ലാം പറഞ്ഞ് വീഡിയോ വരുന്ന സമയത്ത് നമ്മൾ തപ്പണം, പോയി ഇത് ഏത് സിനിമ ഏത് നടി. സോ അതുപോലെ തന്നെ പലരും വരണു പോണു ഭയങ്കര ഫ്രഷ് ആയിട്ട് ഈ കരിയർ ഭയങ്കര അൺസ്റ്റേബിൾ ആയ പോലത്തെ ഒരു തോന്നൽ വരുന്നതിൽ നിന്നാണ് ഞാനത് ചോദിച്ചത്. അല്ലല്ല, ആരോഗ്യപരമാണെങ്കിൽ കുഴപ്പമില്ല, വരുന്നു പോകുന്നു, അത് അവർ പോകാതിരുന്നാൽ മതി.
വന്നിട്ട് അവർ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ പോവില്ല. പിന്നെ ഫ്രഷ് ഫേസ് കൊണ്ടുവരുമ്പോ പിന്നെ അവരെന്നാ ചെയ്യും? അല്ലല്ല, സിനിമ വേണ്ടേ? വന്നിട്ട് അവര് എന്താണോ പെർഫോം ചെയ്യുന്നത് അതനുസരിച്ച് അടുത്ത ഡയറക്ടേഴ്സിന് ഇതുപോലെ അഭിനയിച്ചവർ ആവശ്യമുണ്ടെങ്കിൽ അവർ തിരിച്ചു വിളിക്കും. ഇപ്പം എല്ലാ പടത്തിലും ഇപ്പം ഒരു പക്ഷേ അടുത്തൊരു പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫുള്ള് ഇതുപോലത്തെ കാസ്റ്റിംഗ് ആയിരിക്കില്ല അതിനെ നമ്മൾ ചൂസ് ചെയ്യുക. ഓരോ സിനിമയ്ക്കും കാസ്റ്റിങ്ങിന് അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. ഈ സിനിമയുടെ രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ ശാന്തി ബ്രോ ഇങ്ങനെ സംസാരിക്കണം, പുതിയ ആൾക്കാർ വരണം, ബോർഡറിൽ ആൾക്കാരായിരിക്കണം. இல்லை அது பிகாஸ் த ஸ்டோரி இஸ் செட் இன் தமிழ்நாடு கேரளா பார்டர். ஸோ அதனால வந்து அதுக்கேற்ற மாதிரி ஃப்ரெஷ் ஃபேஸஸ் ஆகும். நீங்கள் வேறு தமிழ் மலையாளம் மிக்ஸ் பண்ண பையனுக்கே என்ன 3 தடவை ஃபுல் படத்தை டப் பண்ணி வச்சார். இதில் நான் ஃபுல் மலையாளம் பேசுகிற பையனை என்னை வந்து ஒரு மாதம் கொச்சின்லேயே கிட்னாப் பண்ணி வச்சிருப்பேன். இதுக்கே நான் வந்து இல்லை ஃபர்ஸ்ட் டைம் டப்பிங் பண்ணோன்னே 3 days കഴിഞ്ഞു டப்பிங். எனக்கு நான் அப்படியே ஷோல்டரில் அப்படியே காலெல்லாம் தூக்கி போட்டேன். மலையாள படம் ஃபர்ஸ்ட் டைம் நான் സംസാരിച്ച് 3 days കഴിഞ്ഞു. அப்போ நான் சென்னைக்கு போனோடனே 2 days எனக்கு கால் பண்ணார். பிரதர் சின்ன சின்ன கரெக்ஷன்ஸ், இன்னொரு வாட்டி கொச்சின் வர முடியுமா? ஓகே அப்படின்னு சொல்லிட்டு வந்தோடனே ஃபஸ்ட்டு சீன்லேருந்து 60th சீன் வரைக்கும் எல்லா டைலாக்லையும் நான் கேட்டேன், என்னங்க எல்லாம் ஃபுல் படமா? இல்லை சின்ன சின்ன கரெக்ஷன் சொல்லிட்டு திருப்பி 3 days ஃபுல் கரெக்ஷன். அப்போ எல்லாம் முடிஞ்சதுக்கப்புறம் நான் சொன்னேன், ஓகேல பக்கா. நான் சாந்தனு ப்ரோ பக்கா, நீங்கள் இப்போ ஃபுல் மலையாளி மாதிரி பேசிட்டீங்க, ஓகேன்னு சொல்லி சென்னைக்கு போயாச்சு. இப்போ சென்னைக்கு செல்வராகவன் சார், அல்ஃபோன்ஸ் சாரோட டப்பிங் வந்திருக்காங்க. அப்போது உன்னி கால் பண்ணுறாரு, சாந்தனு சின்ன சின்ன கரெக்ஷன்ஸ் அப்படின்னு. அடுத்த 32 சீன்ல இல்லை திருப்பியும் ஃபுல் படத்தை டப் பண்ணேன். என்னன்னா ஃபஸ்ட்டு ஃப்ளோ பிடிக்கணும், செகண்ட் டைமு ஸ்லாங்கை பிடிக்கணும், தேர்ட் டைம் இதெல்லாம் இப்போ ஓகே சப்கான்ஷியஸ் மைண்டில் எல்லா டைலாகும் ஏறிடுச்சு, இப்போ இமோஷன்ஸை கொண்டு வரலாம் വീണ്ടും ചെയ്യായിരുന്നു ടൈം. ஆமாம், സമയമില്ല. இவரோட கோடர் இருக்காரு சபரி வந்து என்ன சொன்னாரு, நான் வந்து கரெக்ஷன் டைலாக் மட்டும் உங்களுக்கு வாய்ஸ் நோட் அனுப்புறேன்னாரு. பார்த்தா 100+ வாய்ஸ் நோட் வருது. என்ன ബ്രോ പേசுന്നത് ഫുള്ളാവേ കറക്ഷനാ. പാവം പുള്ളി ഇതുവരെ ജീവിതത്തിൽ പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ ഈ ഫീലിങ്സ്, ഇമോഷൻസ്, നിങ്ങൾ അൽഫോൻസ് പുത്രയുടെ കാല് പിടിച്ചാണ് അദ്ദേഹത്തെ അഭിനയിപ്പിച്ചതെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? വരില്ല എന്ന് പറഞ്ഞ ആളെ വലിച്ചു കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത് ഒരു എമോഷണൽ മെസ്സേജിലൂടെയാണ് സംഭവിച്ചത്. അതൊന്നുമില്ല. അതായത് എനിക്ക് തോന്നുന്നു പുള്ളി ആദ്യം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇല്ല എന്ന് പറഞ്ഞു. കഥയൊക്കെ ഭയങ്കര ഇഷ്ടമായി, ക്യാരക്ടർ ഇഷ്ടമായി. എന്നാലും പുള്ളിക്ക് ഇത് വന്ന് ഫുൾ ക്യാരക്ടർ, മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്യാനൊരു ചെറിയ പ്രേമത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആൻറ്റഗോണിസ്റ്റായിട്ട് മെയിനായിട്ടൊരു പവർ ഇതായിട്ട് ചെയ്യാനൊരിത് പിന്നെയും ഇല്ല എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ എനിക്ക് തോന്നുന്നു 31 ഡിസംബർ 31 വൈകുന്നേരം പുള്ളി ഒരു മെസ്സേജ് അയച്ചു, ഒരു 7 മണിക്ക് ഞാനില്ല. അടുത്ത ദിവസമാണ് രാവിലെയാണ് പുള്ളി വരേണ്ടി തോന്നുന്നു. തലേ ദിവസം ഇല്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് ഞങ്ങളുടെ സെറ്റെല്ലാം റെഡിയാണ്. അപ്പോൾ ഞാനിത് മെസ്സേജ് അയച്ചിട്ട് പുള്ളി മെസ്സേജ് അയച്ചു. ഞാനൊന്നും റിപ്ലൈ കൊടുത്തില്ല. അതുകൊണ്ട് പുള്ളി രാത്രി, അന്ന് പുള്ളി മര്യാദയ്ക്ക് വിട്ടാൽ മതിയായിരുന്നു, രാത്രി വീണ്ടും ഹാപ്പി ന്യൂ ഇയർ എനിക്ക് 11 മണിക്ക്. ഞാൻ പറഞ്ഞു ന്യൂ ഇയർ ഒന്നുമില്ല, ഞാൻ ടോട്ടലി ബ്ലാങ്കാണ്, എമോഷണലി ഭയങ്കര ഞാൻ പ്രേമവും നേരവും കണ്ടിട്ടാണ് ഞാൻ സിനിമ ചെയ്യാൻ വന്ന്, ചേട്ടൻ്റെ ക്യാരക്ടറിലേക്ക് ഞാൻ ഷൂട്ട് ഞാൻ നിർത്തും, എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അയച്ചപ്പോൾ തിരിച്ചു വീണ്ടൊരു മെസ്സേജ്, ശരി ഞാൻ നാളെ രാവിലെ കയറി വരാം. അൽഫോൻസ് ചേട്ടൻ എന്താ വെച്ചാൽ, അൽഫോൻസ് ചേട്ടനെ പോലെ, അൽഫോൻസ് ചേട്ടൻ ആദ്യം തന്നെ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അല്ലാതെ അയ്യോ ഇവൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് പ്രശ്നമാവും അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ എപ്പോഴും തോന്നുന്ന കാര്യം ചേട്ടൻ പറയും, എനി ടൈം. സോ അതുകൊണ്ട് പറഞ്ഞാൽ ദെൻ പിന്നെ തെറ്റിക്ക് വന്നു. ആദ്യത്തെ 1-2 ദിവസം പുള്ളി ആദ്യത്തെ ദിവസം ഒന്നതായി. പിന്നെ അവിടെ നിന്ന് അൽഫോൻസ് ചേട്ടൻ അങ്ങോട്ട് സെറ്റിൽ പുള്ളി എല്ലാവരും കംഫർട്ട് ആക്കുകയാണ്. പക്ഷെ എപ്പോഴും ഈ അൽഫോൻസിനെ കാണുമ്പോൾ നമുക്കിത് എന്താവും എന്നുള്ളൊരു വിചാരം അവസാനം വരെ ഉണ്ടായിരുന്നു. പുള്ളി ഡയലോഗ് ഡെലിവറി എല്ലാം ആയിട്ട് ഞാൻ ഇതാണ്ടാ ഞാൻ ശരിക്കുള്ള ഞാൻ ഇതാന്നുള്ളത് പുള്ളി ഈ ഒരു സിനിമയിൽ കാണിച്ചിരുന്നു. പക്ഷെ ഇത്ര അറിയായിരുന്നു ഈ ഒരു റേഞ്ചിലോട്ട് വരും എന്നുള്ളത് ഉറപ്പായിരുന്നു അൽഫോൻസ്? അല്ല, എനിക്ക് ഇപ്പം നമ്മൾ ഇപ്പോൾ സിൽവ സാർ, അൽഫോൻസ് ചേട്ടനൊക്കെ ഇവിടെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ ഒരുപാട് കാണും, നമ്മൾ ഇവരുടെ നിന്ന് എന്തെങ്കിലും പഠിക്കാനായിട്ട്. കാരണം ഡയറക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് നമ്മൾ എല്ലാവരും കാണുമ്പോൾ സിൽവ സാർക്ക് ഒരു സ്വാഗ, അൽഫോൻസ് ചേട്ടന് വേറൊരു, അൽഫോൻസ് ചേട്ടൻ ദേഷ്യപ്പെട്ടാലും ചെറിയൊരു ഫൺ മീറ്റയിൽ കടന്നു വരും. പുള്ളി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. എനിക്ക് പുള്ളിക്ക് ഏതെങ്കിലും പോയിന്റിൽ പാളുവോന്നൊരു ചിന്ത വരുമല്ലോ. അപ്പോൾ അൽഫോൻസ് ചേട്ടൻ സെറ്റിലോട്ട് വന്നു. ആയതിനാൽ അൽഫോൻസ് ചേട്ടൻ വണ്ടിയിൽ നടന്നു വരുന്ന ഷോട്ട് എടുത്ത്. അപ്പോൾ അതിൽ അൽഫോൻസ് ചേട്ടൻ തന്ന സ്വാഗ് പുള്ളിക്കുള്ളതാണ്. അതിനുവേണ്ടി ഇങ്ങനെ നടക്കണം, കൈ ഇങ്ങനെ ആക്കണം ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ആ ക്രെഡിറ്റ് ഒന്നും എനിക്കല്ല. അൽഫോൻസ് ചേട്ടൻ നടന്നു വന്നാൽ ഇന്ന് സ്ക്രീനിൽ കാണുന്ന സോഡാബോബ് ആക്കിയത് അൽഫോൻസ് ചേട്ടനാണ്. ബിക്കോസ് പുള്ളിക്കാരൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരിക്കലും ഈ മെത്തേഡ് ആക്ടിങ് അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമകൾ ആക്ടിങ് ഒരിക്കലും എവിടുന്ന് പഠിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. എന്താണോ പുള്ളി അത് പുള്ളി സ്ക്രീനിൽ ചെയ്തു. എന്താണോ പുള്ളി അത് പുള്ളി സ്ക്രീനിൽ ചെയ്തു. അതിൻ്റെയാണ് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് തമിഴ് വേർഷൻ ഞാൻ ഡബ് ചെയ്യുമ്പോൾ പ്രകാശ് രാജ് സാറാണ് ഡബ് ചെയ്തിരുന്നത്. പ്രകാശ് രാജ് സാർ അപ്പോൾ അത് ഫുള്ള് കണ്ടിട്ട് പറയാണ്, ഇതുപോലെ പുതിയ ഒരു പരിപാടികൾ വരണം, ഡയറക്ടേഴ്സ് ഇങ്ങനെ കടന്നു വരണം, എന്ത് രസമായിട്ടാണ് സ്വാഗായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അത് അൽഫോൻസ് ചേട്ടൻ്റെ പുള്ളിയുടെ കയ്യിലുള്ള സ്വാഗാണ്. ഇനിയും കുറെ പുറത്ത് വരാണെന്ന് എനിക്ക് തോന്നുന്നു.
നിങ്ങളെ തമിഴ് ചേർന്ന മലയാളം ഡബ് ചെയ്ത് കൊടുത്തത് അതൊരു ഭയങ്കര ഒരു ക്യാച്ചായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുമായിരുന്നു. ഇനി ആദ്യത്തെ സിനിമ നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ സ്കെയിലുള്ള സിനിമയാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പലരും പറയും ഒരു ഫീൽ ഗുഡിൽ പിടിക്കുക, ഒരു 3-4 ഫീൽ ഗുഡ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് നമ്മളൊരു മാസിലേക്ക് പോവുക. ഇതിൻ്റെ ഒരു ഫോർമുല ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നുമല്ല, എനിക്കത് മതിയെന്ന് തീരുമാനിക്കാം. പക്ഷെ അപ്പോൾ ആ സമയത്ത് നമ്മളത് ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യണം, ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്, ഇത് ചെയ്യണം എന്നുള്ളത്. സോ ഒരു കൺവിൻസിങ് പാർട്ട് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? അതായത് നമുക്കിപ്പോൾ ഫസ്റ്റ് പടം ചെയ്യുന്നു. നല്ല ചോദ്യമാണ്, എൻ്റെ ഇത് കാര്യം ചോദിക്കാത്ത ചോദ്യമാണ്. നൈസ്. ഫസ്റ്റ് പടം ചെയ്യുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ കഥകളിലൊന്നായിരിക്കണം. പിന്നെ ഈ നമ്മുടെ താല്പര്യമാണ്. ഇപ്പം ഞാൻ ബൾട്ടി കഴിഞ്ഞു, അടുത്തത് ഈ പറയുന്ന സുഹൃത്തുക്കൾ സിനിമയിലുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതിനെക്കാട്ടിലും വലിയ ആക്ഷൻ ചെയ്യുന്നതാണല്ലോ, അങ്ങനെയായിരിക്കും ചോദിക്കുക. നമ്മളങ്ങനെ ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു പറയുന്ന ഫീൽ ഗുഡിൽ ഭയങ്കര എനിക്ക് വർക്കാവുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്ന ഒരു സബ്ജക്റ്റാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യും. കാരണം നമുക്ക് ആ സമയത്ത് നമുക്ക് ആത്മവിശ്വാസം തരുന്ന, നമ്മളെ ഭയങ്കര താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കഥകൾ ചെയ്യാന്നുള്ളതാണ്. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ ഓൾറെഡി ഇതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്കൊരിക്കലും തോന്നുന്നില്ല അത് ആ രീതിക്കെല്ലാം വന്ന് ചേരുമെന്ന്. ബൾട്ടിയിലോട്ട് എത്താൻ കാരണം വേറെയും കഥകളൊക്കെ ആലോചിച്ച് സംസാരിച്ച് നിൽക്കുമ്പോൾ ബൾട്ടി ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും പറയുന്നത്. ഇതാണ് കറക്റ്റ്, ബൾട്ടി ചെയ്യണം, എല്ലാം ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ആക്ഷനിലൂടെ ഇഷ്ടമാണ്, സോ ആക്ഷനിലൂടെ തന്നെ വരാം. അതുകൊണ്ട് വീണ്ടും അത് കഴിഞ്ഞിട്ട് ബൾട്ടി എഴുതി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് എടുത്ത് വേറെ കഥയിലോട്ട് സഞ്ചരിക്കും. തിരിച്ച് വീണ്ടും ബൾട്ടിയിലോട്ട് നമ്മളെ തോന്നിപ്പിക്കുന്ന ആ മൊമെൻ്റാണ്, അത് തിരിച്ച് വരുമ്പോഴാണ് ബൾട്ടി ആദ്യ സിനിമയായിട്ട് മാറുന്നത്. ദെൻ കഥ എഴുതി കഴിഞ്ഞു, ഫസ്റ്റ് ഷെയ്നെ കണ്ട് കഥ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിട്ട് പോകുമ്പോൾ ഷെയ്നെ പോലെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ സിനിമയെ ആ രീതിക്ക് വിലയിരുത്തുന്ന ഷെയ്ന് ഭയങ്കരമായിട്ട് അറിയാം സ്ക്രിപ്റ്റിൻ്റെ ഗ്രാഫും സെൻസും ഒരു മേക്കിങ്ങും. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ സിനിമ എത്രത്തോളം ഉണ്ടെന്ന് ഷെയ്ന് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഷെയ്ൻ്റെ അടുത്ത കഥ പറയുന്നു, ഷെയ്ൻ തരുന്ന ആത്മവിശ്വാസം, അവിടെ നിന്നാണ് ആ ടീമാവുന്നത്. അതിനുശേഷം ഞങ്ങൾ 2 പേരെ ബൾട്ടിക്ക് 2 പേര് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. സന്തോഷ് സാറെ കാണുന്നു, പിന്നെ ഞങ്ങൾ 3 ആളായി. ഇതിന് മിനിച്ചായിട്ടും വരുന്നു, ഞങ്ങൾ 4 ആളായി. ഇത് ടീം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഈ കഥയിലും ഈ പറയുന്ന ഈ മേക്കിങ്ങിലും എല്ലാം, ഞാൻ പറഞ്ഞ മേക്കിംഗ് ഐഡിയാസിലും എല്ലാം വിശ്വാസം വരുമ്പോഴാണ് ടീം വർക്ക് ആവുന്നതും എൻ്റെ ആത്മവിശ്വാസം കൂടുന്നു. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഇതാണെന്ന് പറയുന്നതല്ല. അതിലുപരി ഇവരും കൂടെ എനിക്ക് തന്നിട്ട് ആ ടീം ഇതന്നെയാണ് ബൾട്ടി ഇങ്ങനെ ഒരു ഫസ്റ്റ് ഇതായിട്ട് മാറാനുള്ള കാരണം. പ്രൊഡ്യൂസർ ചെന്നപ്പോഴേ ഓക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല, പ്രൊഡ്യൂസർ സന്തോഷ് സാറ് എപ്പോഴും ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യം പറയുന്ന ആളാണ്. ആദ്യം പറഞ്ഞത് 1 മണിക്കൂർ സമയം തരാം പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ. അതിനുള്ളിൽ നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷേ 59ാമത്തെ മിനിറ്റിൽ ഞാൻ എണീറ്റു എന്ന് പറയും. നമ്മൾ പറഞ്ഞു ഓക്കെ സാർ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞു. അപ്പോൾ ആ 1 മണിക്കൂർ പറയുമ്പോൾ എനിക്ക് ഫുള്ളും പറയും വേണം. അതിനനുസരിച്ച് എനിക്ക് വേണ്ട ഭാഗത്തൊക്കെ കുറച്ച് ക്ലൈമാക്സ് വരെ എത്തിക്കണം. അതിനൊരു പ്രിപ്പറേഷൻ നടത്തി അവിടെ നിന്ന് തന്നെ ഞാൻ 1 മണിക്കൂറിൽ കഥ പറഞ്ഞു. അപ്പോൾ കഥ പറഞ്ഞതും പുള്ളി പറഞ്ഞു കൊള്ളാം. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമായത് കഥ ഇഷ്ടമായി, അതിലുപരി കറക്റ്റ് 1 മണിക്കൂർ ഞാൻ പറഞ്ഞു. ബഡ്ജറ്റ് നിർത്തും വീണ്ടും ഒരു അതിമോഹം ഉണ്ടായി, പക്ഷെ അത് നടന്നില്ല. അല്ല, അത് ആ സ്കെയില് കാണുമ്പോൾ മനസ്സിലാവണമെങ്കിൽ തിയേറ്ററിൽ പോയിട്ട്. പക്ഷെ താങ്കൾക്ക് പ്രണയിക്കുന്ന ആളുകളോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. താങ്കൾ പ്രണയിച്ചിട്ടുണ്ടോ? ഞാൻ പ്രണയിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നി ആ സിനിമ. അതായത് ഒന്ന് സ്വസ്ഥമായിട്ട് പ്രേമിക്കാൻ സമ്മതിച്ചില്ലല്ലേ? ശരി, എന്നെ വന്നപ്പോ തന്നെ പറഞ്ഞതാ പ്രേമം എന്ത് എത്ര ഉണ്ടായിരുന്നു. നമ്മളൊരു ഗേൾ ഫ്രണ്ടിനെ ഒക്കെ നമ്മളൊരു വെച്ചു, ജാലക്കാരി വന്നു. പക്ഷെ ജാലക്കാരി വന്ന ഒരു ജാലക്കാരിയാന്ന് തോന്നിക്കാൻ പാകത്തിന് പോലെ താങ്കൾ ജാലക്കാരി കൊല്ലാതെ വിട്ടാലും സന്തോഷിക്കാം. അല്ല, അത് മാത്രം ഒരു പുണ്യപ്രവൃത്തി താങ്കൾ ചെയ്തു. പക്ഷെ താങ്കൾക്ക് എന്തെങ്കിലും പ്രണയത്തിൽ അങ്ങനെ ശരിക്കും പ്രേമിക്കാൻ പറ്റിയിട്ടുമില്ല. ഞാൻ കണ്ടു, വളരെ ആവശ്യമാണ് അത്. പക്ഷെ ഷെയ്ൻ വളരെ നാച്ചുറൽ ആയിട്ടാണ് ഇത്രയും അഭിനയിക്കുന്നത്. എനിക്ക് ഷെയ്നെ നല്ല സംശയമുണ്ട്. ഇതെല്ലാം എൻ്റെ സൈഡിലൂടെ പോകുന്നുണ്ട്. കാരണം ആ ഇച്ചിരി ഉള്ള സ്പേസിൽ പോലും ആ തിരിഞ്ഞു നോട്ടവും എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ ഷെയ്ന്റെ ഇന്റർവ്യൂകളും ജീവിതവും നമ്മൾ പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റയാൻ പോണ പോലെയാണ് പോകുന്നതെങ്കിലും സത്യസന്ധമായി പറയ്, ഇത് എവിടെന്നാണ് ഈ പ്രണയം, എവിടെയാണ് ഒളിച്ചു വെച്ചേക്കണേ? ഞാൻ പറയില്ല, അത് ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ? അല്ല, സത്യം. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് പോയിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ നോക്കണം എന്ന് പറയാനല്ലേ പറ്റൂ. അപ്പൊ ഷെയ്ൻ നോക്കുന്നത് ഒരുപാട് എക്സ്പീരിയൻസ്.
ആ ബൈക്ക് നിർത്തല് ആ നിപ്പ്, അത് കഴിഞ്ഞ് കബഡി കഴിഞ്ഞ് നോക്കുന്ന എല്ലാം ഗ്രൗണ്ടിൽ വന്നിട്ടില്ല ഉണ്ട് ചിരിക്കണം. പക്ഷെ ശാന്തനുവിന് യോഗം ഉണ്ടായില്ല. അത് ഭാര്യ വീട്ടിൽ പോയി അതുകൊണ്ട് പ്രയോഗം കൊടുക്കായിരുന്നു. ഇനി വയലൻസ് നമ്മൾ അതും കൂടി പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കണ്ണടച്ചിരുന്നു കുറച്ചു നേരമൊക്കെ. അപ്പൊ നമുക്ക് ജോൺ വിക്ക് എടുക്കാം, നമുക്ക് കില്ലെടുക്കാം, പലതരത്തിൽ വയലൻസ് കാണിക്കാം. കില്ല് പോലെയേ ഞാൻ വയലൻസ് കാണിക്കുള്ളൂ എന്ന് ഒരാൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ദർ ഇസ് എ ലോട്ട് ഓഫ് വയലൻസ്. വൈ യു ക്യാൻ ആക്ച്വലി നോട്ട് ഷോ ഇറ്റ്. കാണിക്കാതിരിക്കാം, നമുക്ക് ആ ഫീല് തരാം. ചോര കാണിക്കാതെ ഫീല് തരാം, പലതരത്തിൽ ആ ഫീല് തരാം. പക്ഷെ എന്തിനാണ് അത്രയും വയലൻസ്? കറക്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ പറഞ്ഞില്ല ഫീല് തരാമെന്ന്. ആ ഫീൽ എങ്ങനെയായിരിക്കും? ഫീല് തരാമെന്ന് പറഞ്ഞാൽ ഫീലിന്റെ ഓതന്റിസിറ്റി എത്രയാണ്, ആ ഫീലിന്റെ പേഴ്സൻറ്റേജ് എത്രയാണ്, ജനങ്ങൾക്ക് ആ ഫീൽ എത്ര കിട്ടും എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു വില്ലനെ നമ്മൾ വളർത്തി കൊണ്ടുവന്നു, ഒരു വില്ലനെ നമ്മൾ എൻഡിലോട്ട് കൊണ്ടുവന്നു. ദെൻ ആ വില്ലനെ ജനങ്ങൾ കൊല്ലടാന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ കൊല്ലാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊല്ലാം. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മണിസാറിൻ്റെ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മണിസാർ എത്ര പ്യുവറാണ്, പക്ഷെ നായകൻ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് കമൽ സാർ പോയിട്ട് ആ പോലീസുകാരനെ കൊല്ലുന്നത് കണ്ടറിയാം. അതായത് ജനങ്ങൾ തല്ലിക്കൊല്ലുക പറയുന്ന മൊമെൻറ്റിൽ തല്ലി തന്നെ കൊല്ലണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കതിലൊന്നും കിട്ടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ പറയുന്ന എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പടത്തിൽ വയലൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ്. ഇതിൽ ഇൻ്റർവെൽ ഫൈറ്റ് ഭയങ്കരമായിട്ട് സംസാരിക്കപ്പെട്ടു. അതിലൊരു ചോര എവിടെയും നിങ്ങൾ കാണില്ല. അതിൽ വേണമെങ്കിൽ എനിക്കൊരു മാസ് കാണിക്കാൻ ചോര കൊണ്ടുവരാം. അൽഫോൺസ് ചേട്ടൻ്റെ ഫൈറ്റിലൊക്കെ കുറച്ച് ബ്ലഡൊക്കെ, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ അവർ അടയാളപ്പെടുത്തുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാസാണ്, ഞങ്ങൾ വന്ന് ഇത് ചെയ്തിട്ട് കൊണ്ട് അടയാളപ്പെടുത്തുക. ഇനി ഹോട്ടൽ ഫൈറ്റ് എടുത്താൽ അവിടെയും ഞാൻ ബ്ലഡ് എവിടെയും കൊണ്ടുവന്നിട്ടില്ല. അതിന് എൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് ക്ലൈമാക്സ് വെച്ച് കഴിഞ്ഞാൽ അവിടെ 4 പേരും ജീവിക്കാനായിട്ട് ഒരുത്തന്നെ കൈ പിടിച്ചിട്ട് പോകാൻ പറ്റില്ല, അവനെ കൊന്നിട്ട് തന്നെ പോകണം അവർക്ക്, അല്ലെങ്കിൽ തിരിച്ചു കൊല്ലും. ദെൻ ഇവർ കത്തിയെടുക്കുന്നതിന് പോലും ഒരു കാരണമുണ്ട്. വേറൊരാൾ കുത്താൻ വന്നപ്പോഴാണ് വ്യക്തമായിട്ട് കാരണം അതിനുണ്ട്. കാരണം വേറൊരാൾ കുത്താൻ വന്ന് കാരണമൊന്നുമില്ല, ഒറ്റയുള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ വയലൻസിനെ കാണുന്നപ്പോഴും നമുക്ക് അതിനൊരു വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കാണിച്ച എല്ലാ വയലൻസും സിൽവ സാറ് ആ രീതിക്ക് ഇല്ലാതാക്കുമ്പോഴാണ് പടം കാണുന്ന. ഐ തിങ്ക് നമ്മളിപ്പോൾ മിനിഞ്ഞാന്നുള്ള തിയേറ്റർ വിസിറ്റിന് പോലും അവിടെ കൈയടി ഉണ്ടായപ്പോൾ പല ഭാഗത്ത് കൈയടി ഉണ്ടായി. പക്ഷെ ഈ ഭാഗത്ത് കൈയടി ഉണ്ടായപ്പോൾ നമുക്ക് സ്പെഷ്യലി ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി. അവിടെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലാസ്റ്റ് അത് പറഞ്ഞാൽ അവിടെ ഒരു ആന്റഗോണിസ്റ്റിനെ, ഒരു രാക്ഷസൻ, ഒരു ഡെവിളിനെ ഇല്ലാതാക്കുന്നത് ഏത് രീതിക്കാവും. പക്ഷെ അത് ഞങ്ങൾ തിരഞ്ഞെടുത്ത രീതി കൈയടി വരുന്നുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഈ തിയേറ്റർ വിസിറ്റിന് എല്ലായിടത്തും പോയിടത്തൊക്കെ യുനാനിമസ്ലി, കാരണം നമ്മൾ ഏകദേശം എൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും കയറി വന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കും എന്താണ് അവസ്ഥ നോക്കുമ്പോൾ ആ ഏരിയയിലൊക്കെ ഭയങ്കര ക്ലാപ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വില്ലൻ അത്രയും സ്ട്രോങ് ആയി നിൽക്കണോണ്ട് അയാളോട് നമ്മൾ കാണിക്കുന്നത് ഭയങ്കര സ്ട്രോങ് വില്ലനായിരുന്നു. നായകനോളം സ്ട്രോങ് ആയിട്ടുള്ള വില്ലനെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇദ്ദേഹം ഒരു പക്ഷേ നമുക്ക് ഭയങ്കര പേടിയാവുമായിരുന്നു. കാര്യം ആ ഒരു ഭയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ, അതായത് ഒരു കുത്ത് അപ്പുറം ഇപ്പുറം മാറി ഇവന്മാര് തീരും, എന്നിട്ട് കുത്തു കൊള്ളുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് ഇത് ഫൈറ്റ് തന്നെ എഴുതിയിട്ട് തന്നെയാണ് ഫൈറ്റ് എടുക്കുന്നത്. അപ്പൊ സിൽവ സാറ് അല്ലെങ്കിൽ ഭൈരവൻ എന്നുള്ള ക്യാരക്ടർ ഇവരെ തിരിച്ചു ചെയ്യുന്നത് ഭയങ്കര വയലൻസാണ്, അറിയാം. ആദ്യത്തെ ദെൻ തിരിച്ച് ഉദയൻ്റെ റിവഞ്ച് വയലൻ്റ് അല്ലേ, പിന്നെ അത് നമ്മൾ എങ്ങനെ അത് ഫീൽ കൊണ്ടുവരുന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ പഴയ പോലെ എന്നല്ല, അതായത് ഇന്നറിയാം ജനങ്ങൾക്ക് ഒരു കത്തി കുത്തേണ്ട എത്ര ബ്ലഡ് വരും. ഇന്ന് ലോക സിനിമ എല്ലാം കാണുന്നവരാണ്. പണ്ടത്തെ പോലെ കത്തി കുത്തുമ്പോൾ ബ്ലാക്കിലോട്ട് പോവുകയും കത്തി കുത്തിയിട്ട് പുറത്തെടുത്തിട്ട് സൗണ്ട് മാത്രം, അതൊന്നും വർക്കാവില്ല. ഇന്ന് കാണിക്കണം. എനിക്ക് വയലൻസ് പേടിയാണ്. നല്ല ആക്ഷൻ രംഗങ്ങളായിരുന്നു. ഇടി, കബഡിയൊക്കെ. എനിക്ക് ആദ്യമായിട്ട് കബഡി ഫുൾ ഗെയിം കാണണം എന്ന് തോന്നിയത് ഇന്നലത്തെ ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ്. സോ ശരിക്കും വെള്ളത്തിലിട്ട് അടിക്കുന്ന സീനും അതെല്ലാം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഫ്രണ്ട്സ് ഭയങ്കര രസമുള്ളൊരു ഇതായിരുന്നു. സോ ബാൾട്ടിയിൽ ആ ഒരു ഡയറക്ഷൻ വാസ് വെരി ഗുഡ്. ഐ ലൈക്ക് ദി ഡയറക്ഷൻ. ആ ഓരോ സീൻസും നല്ലതായിരുന്നു. പ്രണയം വളരെ കുറവായിരുന്നു, അത് വളരെ നല്ലതായിരുന്നു. ബാക്കിയെല്ലാം പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ സ്നേഹ സമ്മാനം തരുന്നുണ്ട്. സൈന 40 വർഷം സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ 40 years എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, 40 years of സൈന. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് ടു സൈന. Where will we carry this number? So 40 years of സൈന. MYOPയുടെ ഷെയ്ൻ്റെ പേര്, സിനിമ എല്ലാം എൻഗ്രേവ് ചെയ്ത ഒരു പെർഫ്യൂമാണ് MYOPയുടെ. That's ബൾട്ടിയുടെ. Nice. അപ്പോൾ
MYOP-യുടെ ബൾട്ടി പെർഫ്യൂം.